ചില യാത്രകൾ നമ്മളെ പുതിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. ചില യാത്രകൾ പുതിയ മനുഷ്യരെയും പുതിയ സംസ്കാരങ്ങളെയും പരിചയപ്പെടുത്തും. പക്ഷേ വളരെ കുറച്ച് യാത്രകൾ മാത്രമേ നമ്മളെ തന്നെ മാറ്റിമറിക്കാറുള്ളൂ. മേഘാലയയിലേക്കുള്ള ഈ യാത്ര അങ്ങനെ ഒരു അനുഭവമായിരുന്നു. ഇന്ന് നമ്മുടെ യാത്രയുടെ അവസാന ദിവസങ്ങളിലെ ഒന്നാണ്. സൊഹറയിൽ നിന്ന് ഷില്ലോങ്ങിലേക്കുള്ള ഈ റൈഡ് ദൂരത്തിൻ്റെ കാര്യത്തിൽ വലിയ യാത്രയല്ലെങ്കിലും മനസ്സിൽ ഒരുപാട് ഓർമ്മകളുമായി സഞ്ചരിക്കുന്ന ഒരു യാത്രയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗുവാഹത്തിയിൽ നിന്ന് മേഘാലയയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നൊരു ചെറിയ കൗതുകം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് തിരികെ പോകുമ്പോൾ ഈ നാട് നമ്മൾ ഒരിക്കലും മറക്കില്ലെന്ന് ഉറപ്പാണ് മനസ്സിലുള്ളത്. ഈ യാത്രയിൽ നമ്മൾ കണ്ട ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ടായിരുന്നു. നോങ്ജ്രോങ്ങിലെ സൂര്യോദയം, മേഘങ്ങളുടെ മുകളിലൂടെ പതുക്കെ ഉദിക്കുന്ന സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ, നാർത്തിയാങ് മോണോലിറ്റ്സ്, നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്ന കല്ലുകളുടെ ലോകം, ക്രാങ് സുരി, പ്രകൃതി തന്നെ നീല നിറത്തിൽ വരച്ചതുപോലെ തോന്നിച്ച വെള്ളച്ചാട്ടം, ഷ്നോൺബെഡങ്, ഉംഗോട്ട് നദിയുടെ സുതാര്യത, മഴക്കാടുകൾക്കിടയിലൂടെ ബോട്ടിംഗ്, മഴയിൽ നനഞ്ഞ ക്യാമ്പിംഗ് അന്തരീക്ഷം, അതെല്ലാം ഇന്നും മനസ്സിൽ അതേപടി സൂക്ഷിച്ചിരിക്കുന്നു. അതിനുശേഷം സൊഹറ, ലോകത്തിൻ്റെ ചിറാപ്പൂഞ്ചി എന്നറിയുന്ന മഴയുടെ നാട്. മേഘങ്ങൾ റോഡിലേക്ക് ഇറങ്ങി വരുന്നത് ഇവിടെ ഒരു അത്ഭുതമല്ല, അത് ഇവിടുത്തെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മഴയും മൂടൽമഞ്ഞും ഒരുമിച്ച് നിൽക്കുന്ന മഴനിരകളിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ ഓരോ വളവിന് ശേഷവും ഒരു പുതിയ കാഴ്ച നമ്മളെ കാത്തു നിൽക്കുകയായിരുന്നു. 7 സിസ്റ്റേഴ്സ് ഫോൾസ്, മഴക്കാലത്ത് അതിൻ്റെ യഥാർത്ഥ ശക്തി കാണിക്കുന്ന പ്രകൃതിയുടെ അത്ഭുതം. അതുപോലെ മൗസ്മൈ കേവിൻ്റെ ഇരുണ്ട വഴികളിലൂടെ നടന്നപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതി എങ്ങനെ സ്വന്തം കലാസൃഷ്ടികൾ ഉണ്ടാക്കുന്നുവെന്ന് മനസ്സിലായി. മൂടൽമഞ്ഞിൽ മറഞ്ഞു നിന്ന നുഖാലിക്കൈ വാട്ടർഫോൾസ് മുഴുവൻ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും നടക്കണമെന്നില്ല എന്നൊരു പാഠം കൂടി അത് സമ്മാനിച്ചു. പിന്നീടെത്തിയ വെയ്സോഡം ഒരുപക്ഷെ ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. 3 നിലകളായി പതിക്കുന്ന വെള്ളച്ചാട്ടം, മഴക്കാടുകൾക്കിടയിലൂടെ ആ അന്തരീക്ഷം, സത്യത്തിൽ ഇത് ഇന്ത്യയിലെ ഒരു സ്ഥലമല്ല, ഒരു ഫാൻറ്റസി സിനിമയിലെ രംഗമാണെന്ന് തോന്നിപ്പോയി. അതിനുശേഷം ഡെങ്തലൻ ഫോൾസ്, പാറകളും വെള്ളവും മൂടൽമഞ്ഞും ചേർന്ന് മറ്റൊരു അത്ഭുതം. എന്നാൽ ഈ യാത്രയിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും അതേസമയം ഏറ്റവും വലിയ സമ്മാനവും നൽകിയ സ്ഥലം ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജായിരുന്നു. ആയിരക്കണക്കിന് പടികൾ, മഴ, ഈർപ്പം, ക്ഷീണം, ഇതെല്ലാം സഹിച്ച് താഴെ എത്തിയപ്പോൾ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ച കാഴ്ച അതിലൊന്നും വിലമതിക്കാത്ത ഒന്നാമതായിരുന്നു. നൂറ്റാണ്ടുകളായി ജീവനോടെ വളർന്നുകൊണ്ടിരിക്കുന്ന വേരുകൾ കൊണ്ടുള്ള പാലം, മനുഷ്യനും പ്രകൃതിയും ചേർന്ന് സൃഷ്ടിച്ച അത്ഭുതം. അവിടുത്തെ വെള്ളച്ചാട്ടത്തിനരികിൽ കുറച്ചു സമയം ചെലവഴിച്ചപ്പോൾ ആ ദിവസങ്ങളിലെ മുഴുവൻ ക്ഷീണവും എങ്ങോട്ടോ മാഞ്ഞുപോയി. മേഘാലയ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്: പ്രകൃതിയെ ആസ്വദിക്കണമെങ്കിൽ അതിനെ കീഴടക്കാൻ ശ്രമിക്കേണ്ട, അതിനൊപ്പം ജീവിക്കാൻ പഠിച്ചാൽ മതി. ഈ നാട്ടിലെ ആളുകൾ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അതിനോട് ഒരുപാട് ബഹുമാനം തോന്നി. റോഡുകൾ ശുചിത്വം പാലിക്കുന്നു, പ്ലാസ്റ്റിക് വളരെ കുറവാണ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പോലും പ്രകൃതിയുടെ സ്വാഭാവിക ഭംഗി നഷ്ടമാകാതെ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു ബൈക്ക് യാത്രികൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റൈഡ് ചെയ്യേണ്ട റൂട്ടുകളിൽ ഒന്നാണ് മേഘാലയ. ഓരോ കിലോമീറ്ററും പുതിയൊരു ഫ്രെയിം, ഓരോ വളവും പുതിയൊരു സിനിമാറ്റിക് ഷോട്ട് പോലെ, ഓരോ മഴത്തുള്ളിയും പുതിയൊരു ഓർമ്മ.
ഇപ്പോൾ ഈ വഴിയിലൂടെ ഷില്ലോങ്ങിലേക്ക് മടങ്ങുമ്പോൾ മനസ്സിൽ സന്തോഷവും ചെറിയൊരു വിഷമവും ഒരുമിച്ചുണ്ട്. സന്തോഷം ഇത്രയും മനോഹരമായൊരു യാത്ര പൂർത്തിയാക്കിയതിൻ്റെ, വിഷമം നാളെ ഈ നാടിനോട് വിട പറയേണ്ടി വരുമെന്ന ചിന്തയുടെ. പക്ഷേ യാത്രകൾ അവസാനിക്കുന്നില്ല. അവ ഓർമ്മകളായി നമ്മളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കും. മേഘാലയയിൽ നിന്ന് നമ്മൾ മടങ്ങുകയാണ്. പക്ഷേ ഈ മഴയും മലകളും മൂടൽമഞ്ഞും ഈ റോഡുകളും ഈ അനുഭവങ്ങളും ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. ഈ യാത്രയിൽ ഞാൻ തിരഞ്ഞെടുത്ത റൂട്ടും ഞാൻ എങ്ങനെയാണ് ഈ ഒരു യാത്ര കംപ്ലീറ്റ് കവർ ചെയ്തതെന്നും എല്ലാമുള്ളൊരു ഐറ്റിനറി, ഞാൻ ഫോളോ ചെയ്തൊരു ഐറ്റിനറി ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോയിൽ ഉടനീളം അത് ഞാൻ പറയുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഒരുപക്ഷെ ആ ഒരു ഐറ്റിനറി മതി നിങ്ങൾക്ക് ഈ ഒരു ജേർണി കംപ്ലീറ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന്, ഇപ്പോൾ ഞാൻ ഫ്ലൈറ്റ് എടുത്താണ് ഗുവാഹത്തിയിലെത്തിയത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ദിവസം ഉണ്ട്, അല്ലെങ്കിൽ ചിലവ് കുറച്ചുകൂടെ കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ വഴി 3 ദിവസം സ്പെൻഡ് ചെയ്താൽ ഗുവാഹത്തിയിലെത്തി റിട്ടേണും ട്രെയിനിൽ തന്നെ പോവുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് നമുക്ക് അങ്ങനെ തന്നെ ലാഭിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനോഹരമായ ഈ റൈഡിന് ശേഷം ഞങ്ങൾ ഷില്ലോങ്ങിലെത്തി. തുടർച്ചയായ ദിവസങ്ങളോളം റൈഡും ട്രെക്കിങ്ങും നടത്തിയതുകൊണ്ട് ഇന്ന് ശരീരത്തിനും മനസ്സിനും ഒരു ചെറിയ വിശ്രമം കൊടുക്കാനാണ് തീരുമാനിച്ചത്. ഇന്നത്തെ താമസം ഈ കാണുന്ന എയർബിഎൻബി വഴി മുൻകൂട്ടി ബുക്ക് ചെയ്ത ഒരു മനോഹരമായ സ്റ്റേയിലായിരുന്നു. ശാന്തമായ ഒരു സ്ഥലത്ത് നല്ല വൃത്തിയും സൗകര്യങ്ങളുമുള്ള ഈ സ്റ്റേ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഷില്ലോങ്ങിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ എയർബിഎൻബി വഴി ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. വൈകുന്നേരം കുറച്ചു സമയം വിശ്രമിച്ച ശേഷം ഷില്ലോങ്ങിൻ്റെ ഹൃദയഭാഗമായ പോലീസ് ബസാറിലേക്ക് ഡിന്നറിനായി ഇറങ്ങി. രാത്രിയിലും ജീവൻ നിറഞ്ഞ ആ നഗരത്തിൻ്റെ അന്തരീക്ഷം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നല്ലൊരു ഭക്ഷണവും ചെറിയൊരു നടത്തവും കഴിഞ്ഞ് വീണ്ടും റൂമിലേക്ക് മടങ്ങി. നാളെ രാവിലെ മേഘാലയയോട് വിട പറഞ്ഞ് ഗുവാഹത്തിയിലേക്ക് യാത്ര തിരിക്കും. അവിടെ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനവും. അങ്ങനെ ഈ മനോഹരമായ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ യാത്രയുടെ അവസാന അധ്യായം ആരംഭിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.